നിങ്ങളടുത്ത് വേറൊരാൾ അവരുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം പറയണമെന്ന് വെച്ചോ. നിങ്ങൾ ദയവ് ചെയ്ത് നെഗറ്റീവ് പറയരുത്. അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് പോട്ട്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ മക്കളെ നീ ഇപ്പം എന്ത് ചെയ്യണം? ഞാൻ ഒന്നുമില്ല, കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യണം. എടേ അതൊന്നും നടക്കൂലടേ. ഇത് വല്ല ജോലിയും കിട്ടണമെങ്കിൽ വല്ല പാർട്ടിക്കാരെ കയ്യും കാലും പിടിക്കണം, അല്ലെങ്കിൽ പിൻവാതിൽ നിയമനമാണ് ഇപ്പോൾ നടക്കണത്. നീ അതൊക്കെ വിട്. അല്ലെങ്കിൽ നീ ഇപ്പം എന്ത് ചെയ്യണം? ഞാൻ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കും. ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഒരു തയ്യൽക്കാരിയാവാൻ പോണാ. നിനക്ക് വേറെ ഒരു ജോലിയും കിട്ടൂലേ മക്കളെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നീ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യണം. നിന്നെക്കൊണ്ട് അതൊന്നും പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയണവരെ കൊണ്ടെല്ലാം പറ്റുമോ? ഇവർക്കിങ്ങനെ അലച്ചലച്ചിരിക്കുക മാത്രമല്ല അറിയാം. ദയവേത് നിങ്ങളടുത്ത് ഒരാളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് അവരെ നെഗറ്റീവ് പറയാതിരിക്കുക. അവരെന്തായിക്കൊണ്ട് പോട്ടെ. നിങ്ങളവരെ കോൺഫിഡൻസ് കളയരുത്. ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കുറേ എണ്ണം. അല്ലെങ്കിൽ കുറേ എണ്ണം ഇങ്ങനെ പറയും, അവർ ജോലി ചെയ്യണ ഫീൽഡിലോട്ട് നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കും. ഇതിപ്പം നമ്മൾ ആഗ്രഹം എന്താണെന്ന് ഒന്നും അവർക്കറിയേണ്ട ആവശ്യമില്ല. എടി നീ ഡിപ്ലോമ പടി, ഞാൻ എൻ്റെ കമ്പനിയിൽ നിനക്ക് ജോലി വാങ്ങിച്ചു തരാം. നീ ഇത് പടി, ഞാൻ എൻ്റെ കമ്പനി വാങ്ങിച്ചു തരാം. അതല്ലാതെ മക്കളെ, നിനക്ക് എന്താണ് ആഗ്രഹം? നിനക്ക് എന്താണ് ഇഷ്ടം? നിൻ്റെ പാഷൻ എന്ത്? അതനുസരിച്ച് പോയെന്ന് എത്ര പേര് നമ്മളടുത്ത് പറയും? അല്ലെ എത്ര പേരെടുത്ത് അങ്ങോട്ട് പറയും? ദയവേത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിലും അവരെ നെഗറ്റീവ് ഇടാതെ നോക്കണം.